സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് BJP വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യനാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, മദ്രാസ് ഹൈക്കോടതിയുടെ വളരെ ശ്രദ്ധേയമായ ഒരു വിധി കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. മതം മാറിയവർക്ക് ജാതിയില്ല എന്നാണ് ആ വിധി വന്നിരിക്കുന്നത്. സാർ, ഇതെന്താണ് ഈ വിധി വരാനുള്ള സാഹചര്യം എന്താണ് ആ ഒരു വിധിയിലൂടെ അർത്ഥമാക്കുന്നത്? മദ്രാസ് ഹൈക്കോടതിയുടെ ഈ വിധി വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അതിനെ പാടെ അവഗണിച്ചത്. ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യം മതപരിവർത്തനം, മതം മാറ്റം എന്നിവയാണ്. ഇന്ത്യയിലെ ഭരണഘടന പ്രകാരവും ഇന്ത്യയിലെ സാമൂഹിക ഘടന പ്രകാരവും ജാതി എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ. ഞങ്ങളിൽ ജാതി സംവിധാനമുണ്ട് എന്ന് മുസ്ലിം പറയുന്നില്ല, ക്രിസ്ത്യാനിയും പറയുന്നില്ല. ഇപ്പോൾ ചാതുർവർണ്ണത്തിന്റെയൊക്കെ അവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ പൊതുവെ എല്ലാവരും പറയുന്ന ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന പ്രധാനപ്പെട്ട 4 ജാതികളും പിന്നെ എണ്ണിയാൽ ഒടുങ്ങാത്ത ആയിരക്കണക്കിന് ജാതികളും ഹിന്ദു മതത്തിൽ മാത്രമാണ് ഉള്ളത്. ഈ ഹിന്ദു മതത്തിലെ ഈ ജാതി വ്യത്യാസത്തിൽ മനംനൊന്ത് സാമൂഹികമായ അവഗണനയിൽ അനുഭവിച്ച് മടുത്ത് ആ ഒരു രക്ഷയ്ക്ക് വേണ്ടിയാണ് മതം മാറുന്നത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ജാതിയില്ലാത്ത ഇസ്ലാമിൽ ചെല്ലുമ്പോഴും ജാതി ഉണ്ട് എങ്കിൽ, ജാതിയില്ലാത്ത ക്രിസ്ത്യാനിയിൽ ചേരുമ്പോഴും ജാതി ഉണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് മതം മാറുന്നത്? അപ്പോൾ മതം മാറ്റം എന്നുള്ളത് ജാതിയില്ലാത്ത മനുഷ്യ സാഹോദര്യത്തിന്റെ, സമത്വത്തിന്റെ ഏറ്റവും ഉദാത്തവും ഉന്നതവുമായ ഒരു മതത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ക്ഷണിച്ചു കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ പരിവർത്തനം ചെയ്യുന്നു. ഇതൊക്കെയാണ് ക്രൈസ്തവ മതപ്രചാരകരും ഇസ്ലാമിക മതപ്രചാരകരും എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന ഒരു വസ്തുത. അതുകൊണ്ട് ജാതിയുടെ പേരിൽ പീഡനം അനുഭവിക്കുന്ന അല്ലയോ ഹിന്ദുക്കളെ, നിങ്ങൾ മുസ്ലിമിലേക്ക് വരൂ, നിങ്ങൾക്കിവിടെ ജാതിയില്ല. നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരൂ, നിങ്ങൾക്കിവിടെ ജാതിയില്ല. ഇതാണല്ലോ പറയുന്നത്. അതിനുവേണ്ടി ആക്കം കൂട്ടാൻ വേണ്ടി ദളിത് വാദം, അതുപോലെ തന്നെ സവർണ അവർണ വ്യത്യാസം, ബ്രാഹ്മണ മേധാവിത്വം, ഇങ്ങനെ ഇല്ലാത്തതും പണ്ടുണ്ടായിരുന്നതുമായ കാര്യങ്ങളെയൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഈ മതപരിവർത്തന ശ്രമങ്ങൾ ഗംഭീരമായി നടക്കുന്നത്. പക്ഷെ മതപരിവർത്തനം നടത്തി മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആയി കഴിഞ്ഞാൽ പിന്നെ ജാതി ഉണ്ട്. SC ആണ്, ST ആണ്, OBC ആണ്, OEC ആണ്, ദളിതമാണ്, പിന്നോക്കമാണ്, അധസ്ഥിതരാണ്, അസ്പൃശ്യരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സംവരണ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കാനായി ജാതിവാദം ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രവണതയാണ് മദ്രാസ് ഹൈക്കോടതി അടിച്ച് നിരപ്പാക്കി കഴിഞ്ഞത്. അതായത് ജാതി ഇല്ല എന്ന് പറഞ്ഞ് മതം മാറി മുസ്ലിമായി കഴിഞ്ഞ ഒരു വ്യക്തി ജാതിയുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ചപ്പോഴാണ് അത് കേസായത്. അങ്ങനെ കേസാവുകയും ആ കേസിൽ മദ്രാസ് ഹൈക്കോടതി ഗംഭീരമായിട്ടുള്ള വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പോൾ ഏറ്റവും രസകരമായ കാര്യം അതല്ല, മദ്രാസിലെ മുഖ്യമന്ത്രി, അവിടുത്തെ ജോസഫ് വിജയ് നേതൃത്വം കൊടുക്കുന്ന തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭ അതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയായിട്ടുള്ള ജോസഫിന്റെ മകൻ വിജയ്, അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ പറയുന്നു ജാതിയുണ്ട്. അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോകുന്നത്. എന്തു തന്നെയാണെങ്കിലും സുപ്രീം കോടതിയുടെ തീരുമാനം എന്താണ് എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷെ എന്തു തന്നെയാണെങ്കിലും ഇവിടെ വെളിവാകുന്ന ഒരു വസ്തുതയുണ്ട്. ഉച്ചനീചത്വത്തിന്റെ പേരിലും ചാതുർവർണ്ണത്തിന്റെ പേരിലും ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ പേരിലും സവർണ അവർണ വ്യത്യാസത്തിന്റെ പേരിലും മതം മാറിപ്പോകുന്നവർക്ക് യാതൊരു രക്ഷയുമില്ല. അവിടെ ചെന്നാലും ഇതൊക്കെ തന്നെയാണ് ഉള്ളത് എന്ന് ബോധ്യപ്പെടുന്ന ഒരു കേസാണ് ഇത്. അപ്പോൾ സാർ, ഇത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു വിധി പ്രസ്താവന അവിടെ ഉണ്ടായത്? ഇപ്പോൾ സാർ ഇത് പറയുമ്പോൾ സമകാലികമായിട്ട് നമ്മൾ കേരളത്തിലുണ്ടായ ഒരു കാര്യം, ഇത് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ്. സാർ അറിഞ്ഞു കാണും, കഴിഞ്ഞ ദിവസം
IM വിജയൻ എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ ഇതിഹാസം, പഴയ ഇന്ത്യൻ പ്ലെയർ, അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വിളക്ക് കത്തിച്ചത്, ചപ്പലിട്ടുകൊണ്ടാണ് അത് വിളക്ക് കത്തിച്ചത് എന്ന് പറയുകയും, നമ്മൾ ഈ ഹിന്ദു സമുദായത്തിലെ ജാതി വെറിയെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അതിൻ്റെ താഴെ വന്ന ചില കമൻറ്റുകൾ, അദ്ദേഹം വിളക്ക് കത്തിച്ചത് ഒരു തെറ്റ്, 2 അദ്ദേഹത്തിന്, എനിക്ക് ഇവിടെ ഇരുന്ന് ഈ ഫ്ലോറിലിരുന്നത് പറയാൻ തന്നെ ജാതി അധിക്ഷേപം, അദ്ദേഹത്തിനെയും വിനായകൻ എന്ന നടനെയും വൻ ജാതി അധിക്ഷേപമാണ് സാർ നടത്തിയത്. സാർ ഇത് എന്താണ് സാർ? ഇത് നമ്മുടെ ഈ പറയുന്ന ഹൈക്കോടതി വിധിയുമായി ജാതിയില്ല, നിങ്ങൾ മതപരിവർത്തനം നടത്തിയാൽ എന്ന് പറയുന്നത് പോലെ തന്നെ ഇത്ര കണ്ട് ഒരു ജാതി വെറി നമ്മുടെ ആൾക്കാരുടെ ഇടയിലുണ്ടോ? എൻ്റെ വിഷയം മാറിപ്പോയതല്ല, ഇതിൻ്റെ കൂടെ പറഞ്ഞോളൂ സാർ. ആൾക്കാരുടെ ഇടയിൽ ജാതി വെറിയൊന്നുമില്ല. ആൾക്കാര് ഇപ്പൊ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കയറുന്ന ഓട്ടോറിക്ഷ ഏത് ജാതിയാണെന്ന് ആരും ചോദിക്കാറില്ല. ഞാൻ കയറുന്ന ഹോട്ടല് ഏത് ജാതിക്കാരൻ നടത്തുന്നതാണെന്ന് ആരും ചോദിക്കാറില്ല. ഞാൻ കയറുന്ന ഫ്ലൈറ്റിന്റെ പൈലറ്റ് ഏത് ജാതിയാണെന്ന് ആരും ചോദിക്കാറില്ല. ബസ്സിന്റെ ഡ്രൈവറുടെ ജാതി ചോദിക്കാറില്ല. ട്രെയിനിലും അങ്ങനെ തന്നെയാണ്. അതുപോലെ നമ്മളൊരു ഓഫീസിൽ ചെല്ലുന്നു, പഞ്ചായത്ത് ഓഫീസോ വില്ലേജ് ഓഫീസോ താലൂക്ക് ഓഫീസോ കളക്ടറേറ്റോ എവിടെയാണേലും അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ ജാതി അനുസരിച്ച് ആരും അങ്ങനെയൊന്നും അല്ല. അതൊക്കെ പോട്ടെ, നമ്മൾ സ്കൂളിൽ കൊണ്ടുപോയി കുട്ടിയെ ചേർക്കുന്നു. എന്റെ കുട്ടിയെ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസിന്റെ ഹെഡ് മാസ്റ്ററുടെ ജാതി ആരും ചോദിക്കാറില്ല. എന്നെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ ജാതി, എനിക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലിന്റെ ജാതി, ഇതൊന്നും ആരും ചോദിക്കാറില്ല. പിന്നെ ഇതൊക്കെ ആരാണ് കൊണ്ടുവന്നത്? അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, പൊതുജനങ്ങൾക്ക് ഈ പ്രശ്നമില്ല. പിന്നെ പ്രശ്നം ആർക്കാണ്? പ്രശ്നം ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കാണ്. പ്രശ്നം ഇവിടുത്തെ രാഷ്ട്രീയ മുഖം മൂടി ധരിച്ചെത്തുന്ന മത തീവ്രവാദികൾക്കാണ്. അവരാണ് പറയുന്നത് ഉച്ചനീചത്വമുണ്ട്, സവർണ അവർണ ഉണ്ട്, ചാതുർവർണ്ണയുണ്ട്, ജാതി വ്യത്യാസമുണ്ട്, സംവരണമുണ്ട്, നിയമമുണ്ട്. ഇതൊക്കെ രാഷ്ട്രീയക്കാരന് ജീവിച്ചു പോകാൻ ആവശ്യമായിട്ടുള്ള ചില തട്ടിപ്പ് വിദ്യകൾ മാത്രമാണ്. ജാതിയൊക്കെ പണ്ടേ പോയതാണ്. ഇപ്പൊ കേരളത്തിൽ നമുക്കറിയാമല്ലോ, NSS എന്ന് പറയുന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനായ മന്നത്ത് പത്മനാഭ പിള്ള, അദ്ദേഹത്തിന്റെ ജാതിയുടെ പാല് മുറിച്ചു കളഞ്ഞു, മന്നത്ത് പത്മനാഭനായി. അതുപോലെ തന്നെ AK ഗോപാലൻ നമ്പ്യാർ ജാതിയുടെ പാല് മുറിച്ചു കളഞ്ഞു, AK ഗോപാലനായി. കേളപ്പൻ നായർ മുറിച്ചു കളഞ്ഞ് കേളപ്പനായി. ആ കാലത്ത് ആയിരക്കണക്കിന് ആൾക്കാർ അങ്ങനെ മാറിയിട്ടുണ്ട്. പ്രൊഫസർ MP മന്മഥൻ നായർ മുറിച്ചു കളഞ്ഞ് MP മന്മഥനായി. ആയിരക്കണക്കിന് ആൾക്കാർ അങ്ങനെ ചെയ്തു. പക്ഷെ ഇന്ന് മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തപ്പം അതുവരെ ഇല്ലാതിരുന്ന മേനോൻ കയറി വരികയാണ്. അതെന്തിനാണ്? അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ആധുനിക കാലഘട്ടത്തിൽ സൃഷ്ടിച്ച് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേരള മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശന്റെ മേനോൻ എന്ന ജാതിവാല് പോലെ ഹൈക്കോടതി, മദ്രാസ് ഹൈക്കോടതിയുടെ ജാതിയില്ല എന്നുള്ള വിധിക്കെതിരെ ജാതി ഉണ്ടാക്കാൻ നടക്കുന്ന ജോസഫ് വിജയിയെ പോലെയുള്ളവരുടെ ജീവിതത്തിന് വേണ്ടി നിലനിൽപ്പിന് വേണ്ടിയുമുള്ള രാഷ്ട്രീയ കള്ളക്കളികളാണ് ഈ പറയുന്ന ജാതിവാദത്തെ ഉയർത്തി വീണ്ടും സജീവ ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നത്. സർ, ഈ ജാതി മാറി, അതായത് ഇപ്പോൾ പറയുന്ന പോലെ ഹിന്ദു സമുദായത്തിലെ ചിലപ്പോൾ ഒരുപാട് പീഡനം സഹിക്കേണ്ടി വരുന്ന ഏതെങ്കിലും ഒരു ജാതി അവരായിരിക്കും ചിലപ്പോൾ ക്രിസ്ത്യൻ. എനിക്ക് ഒരുപാട് പേരെ അറിയാം ഹിന്ദു സമുദായത്തിൽ അങ്ങനെ പീഡനം സഹിച്ചിട്ടുള്ള ഒരുപാട് പേര് ക്രിസ്ത്യാനിയായി മാറിക്കഴിഞ്ഞിട്ട് പിന്നെയും അവർ ജാതി അധിക്ഷേപത്തിലൂടെ അവൻ ആയിരുന്നു, അവൻ ക്രിസ്ത്യാനി ആയതാണ് എന്ന് എടുത്തു പറയുന്ന ആ സംസ്കാരത്തെ അല്ലേ ഹൈക്കോടതി വിമർശിച്ചിരിക്കുന്നത്? അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. അതെ, തീർച്ചയായിട്ടും ഹൈക്കോടതി അത് തന്നെയാണ് വിമർശിച്ചിരിക്കുന്നത്. അതായത് ഒരു ഭാഗത്ത് ജാതിയുടെ അധിക്ഷേപം അനുഭവിച്ചു മടുത്ത് ജാതി ഇല്ലാത്ത മറ്റൊരു മതത്തിലേക്ക് പോകുന്ന ആൾക്കാരെ അവിടെ വെച്ച് വീണ്ടും ജാതിയുടെ പേരിൽ അധിക്ഷേപിക്കുന്ന സാമൂഹിക വ്യവസ്ഥിതിക്കെതിരെയാണ് മദ്രാസ് ഹൈക്കോടതി അതിന്റെ വിധിയിലൂടെ ആഞ്ഞടിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജാതിവാദികളുടെ തലയ്ക്ക് കിട്ടിയ അടിയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ വിധി. പക്ഷെ ആ ഹൈക്കോടതി വിധിക്കെതിരെ ജാതി നിലനിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോകുന്നത് തമിഴ്നാടിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ജോസഫ് വിജയ് ആണെന്ന് പറയുമ്പോൾ, ജോസഫ് വിജയ് ആയിട്ട് മതം മാറി ക്രിസ്ത്യാനിയായ വ്യക്തിക്ക് പോലും ജാതി വേണമെന്നുള്ള നിർബന്ധ ബുദ്ധിയുണ്ട്. അല്ലെങ്കിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിന് ആ നിർബന്ധ ബുദ്ധിയുണ്ട്. അപ്പോൾ അവിടെ DMKയും AIADMKയും BJPയെയും കോൺഗ്രസിനെയും എല്ലാം പരാജയപ്പെടുത്തി വന്ന സിനിമാ നടന് ജാതി അത്യാവശ്യമാണ് എന്ന് വന്നാൽ അതിൽ നൽകുന്ന ഒരു സന്ദേശം അങ്ങേയറ്റം ഭീകരമാണ്. അതായത്
സോക്കോൾഡ് ട്രഡീഷണൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് പകരം അവരെയൊക്കെ തുടച്ചു നീക്കിക്കൊണ്ട് ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്ന ജോസഫ് വിജയിക്ക് ജാതി വേണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണല്ലോ അയാൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. എന്തു തന്നെയാണെങ്കിലും സമൂഹത്തെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട അതിഭീകരമായ ഒരു വർത്തമാനകാല യാഥാർത്ഥ്യമാണ് ഈ കേസിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. നന്ദി. താങ്ക് യു സർ.